യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സുവിശേഷം അറിയിക്കുക. യേശുക്രിസ്തുവിന്റെ ദൗത്യവുമായി ശിഷ്യന്മാർ പുറപ്പെട്ടു. പത്രോസ് മുഖാന്തരം യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും സുവിശേഷം എത്തിച്ചേർന്നു. എന്നാൽ ഭൂലോകത്തിന്റെ അറ്റത്തോളം എന്ന ദൗത്യം പൗലോസിനു വേണ്ടിയാണ് ദൈവം വേർതിരിച്ചിരുന്നത്. പരിച്ഛേദനക്കാരുടെ ഇടയിൽ പത്രോസും അഗ്രചർമ്മക്കാരുടെ അല്ലെങ്കിൽ ജാതികളുടെ യഹൂദനല്ലാത്തവരുടെ ഇടയിൽ പൗലോസും തങ്ങളുടെ ദൗത്യം തുടരുകയാണ്. അപ്പോസ്തല പ്രവർത്തികൾ 13-ാം അധ്യായം 4 മുതൽ 12 വരെ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞതനുസരിച്ച് ബർന്നബാസിനെയും ശൗലിനെയും വേലയ്ക്കായി വേർതിരിച്ച് അന്ത്യോക്യ സഭ അയച്ചു. അവരോടൊപ്പം ബർന്നബാസിന്റെ ചാർച്ചക്കാരനായ മർക്കോസ് എന്ന യോഹന്നാനും ഉണ്ടായിരുന്നു. അവർ സെലൂക്കിയയിൽ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലെത്തി. കുപ്രോസിലെ തുറമുഖ പട്ടണമായ സലേമീസിൽ എത്തി. അവിടെ അവർ ജാതികളോടല്ല യഹൂദന്മാരുടെ പള്ളിയിൽ പ്രസംഗിച്ചു എന്നെഴുതിയിരിക്കുന്നു. അവിടെ നിന്ന് പാഫോസിലെത്തി. കുപ്രോസ് ദ്വീപിലെ 2 പ്രധാന പട്ടണങ്ങളാണ് സലാമീസും പാഫോസും. പാഫോസിൽ വേല ചെയ്യാൻ അവർ ആഗ്രഹിച്ചു. ബർന്നബാസിന്റെ ജന്മസ്ഥലമായിരുന്നു കുപ്രോസ്. അതുകൊണ്ട് തന്റെ സ്നേഹിതരോടും ചർച്ചക്കാരോടും സുവിശേഷം അറിയിക്കുവാൻ അദ്ദേഹവും ബന്ധുവായ മർക്കോസും ഈ അവസരം മുതലെടുത്തു. ഈ പാഫോസിൽ വെച്ച് നടക്കുന്ന ഒരു സംഭവമാണ് നാം ഇന്ന് വായിക്കുന്നത്. 3 കഥാപാത്രങ്ങളെ നമുക്കവിടെ കാണുവാനായി കഴിയും. ബർയേശു, സെർഗ്യോസ് പൗലോസ്, അപ്പോസ്തലനായ പൗലോസ്. ബർയേശു ആരാണ്? ബർയേശു എന്ന പേരിന്റെ അർത്ഥം യേശുവിന്റെ പുത്രൻ എന്നാണ്. യഹൂദ നാമമായതിനാൽ തന്നെ ഈ മനുഷ്യൻ ഒരു യഹൂദനാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ലൂക്കോസ് പറയുന്നു അയാൾ ഒരു മന്ത്രവാദിയായിരുന്നു എന്ന്. യഹൂദന് മന്ത്രവാദം വിലക്കപ്പെട്ടതാണ്. കള്ളപ്രവാചകനായിരുന്നു അദ്ദേഹം. മന്ത്രവാദികളുടെയും കള്ളപ്രവാചകന്മാരെയും ദൈവം വെറുക്കുന്നു എന്ന് ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. യഹൂദന് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് മന്ത്രവാദം. വാസ്തവത്തിൽ തൻ്റെ പേരുകൊണ്ട് താൻ യേശുവിൻ്റെ മകനാണ് എങ്കിലും പ്രവൃത്തി പിശാചിന്റെ മകൻ്റേതാണ്. വഞ്ചനയും തന്ത്രവും കള്ളവും നിറഞ്ഞ കള്ളപ്രവാചകനായ ഒരു മന്ത്രവാദി. ഇന്നും ഇതുപോലെയുള്ളവരെ ആത്മീയ ഗോളത്തിൽ നമുക്ക് കാണാം. യേശുവിൻ്റെ ശിഷ്യൻ എന്ന പേരും അന്യദൈവങ്ങളെ സേവിച്ച് കള്ളപ്രവചനം നടത്തി ദൈവമക്കളെ തെറ്റിക്കുന്നവർ. എന്നാൽ യഥാർത്ഥമായി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുള്ള കൂട്ടായ്മയിൽ, മീറ്റിങ്ങുകളിൽ ഇവർ വളരെ അസ്വസ്ഥരായി കാണപ്പെടുന്നു. സുവിശേഷ സന്ദേശം തുടരുവാൻ അനുവദിക്കാതെ ദൈവത്തിൽ നിന്ന് മനുഷ്യനെ ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് ഇവർ മാറ്റിക്കളയും. ഇവരെ പോലെയുള്ളവരെ തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവിന്റെ വിവേചനവരം കൂടിയേ കഴിയൂ. ബർയേശുവിന്റെ മറ്റൊരു പേരാണ് എലീമാസ് എന്ന് പിന്നീട് പറഞ്ഞിരിക്കുന്നു. അടുത്ത വ്യക്തി സെർഗ്യോസ് പൗലോസ് ആണ്. ഇദ്ദേഹം ആ ദ്വീപിലെ ഗവർണറായിരുന്നു. സത്യാന്വേഷിയായ ഒരു മനുഷ്യൻ. പൗലോസും ബർന്നബാസും ദേശത്ത് പല ഭാഗത്ത് നടത്തുന്ന പ്രസംഗങ്ങളെക്കുറിച്ച് എങ്ങനെയോ അറിവുണ്ടായിട്ട് അദ്ദേഹം അവരെ വരുത്തി അവരുടെ പ്രസംഗം കേൾക്കുവാൻ ആഗ്രഹിച്ചു. തൻ്റെ ഭവനത്തിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്തു. ലൂക്കോസിന്റെ അഭിപ്രായത്തിൽ ഈ സെർഗ്യോസ് പൗലോസ് ഒരു ബുദ്ധിമാനായിരുന്നു. അറിവ് ചീർത്ത ബുദ്ധിമാൻ എന്നല്ല, മറിച്ച് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ബുദ്ധിമാനായിരുന്നു അദ്ദേഹം. കൂടുതൽ അറിയാനുള്ള ആഗ്രഹം. എന്നാൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് നാം മുമ്പ് കണ്ട ബർയേശു എന്ന മന്ത്രവാദി. സുവിശേഷം വിശ്വസിക്കുന്നതിന് തടസ്സമായി ഇതുപോലുള്ള ബർയേശുമാർ ഇന്നും ഓരോ വ്യക്തികളെയും സ്വാധീനം ചെലുത്തുന്നു. 8-ാം വാക്യത്തിൽ അപ്പോസ്തലന്മാരെ എതിർത്തു നിൽക്കുകയും ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളയാൻ ശ്രമിക്കുകയും ചെയ്തു എന്നെഴുതിയിരിക്കുന്നു. എന്തായിരിക്കും ഇയാൾ ചെയ്തത്? ഞാനൊരു യഹൂദൻ, എനിക്കറിയാൻ വയ്യാത്ത ഒന്നും ഇവർക്ക് പറയാനില്ല. അതുമല്ല, വിശ്വാസത്തെ തടുക്കുന്ന ന്യായങ്ങളും കള്ളക്കഥകളും ഒരുപക്ഷെ പറഞ്ഞ് പിന്തിരിപ്പിച്ചു കാണണം. ഇന്നും യുവതലമുറയെ ഉൾപ്പെടെ വിശ്വാസത്തിൽ നിന്ന് തള്ളിയിടാൻ ഇതുപോലെയുള്ള ദുഷ്ടശക്തികൾ ശ്രമിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെയും ലോകമോഹത്തിന്റെയും വിത്തുകൾ വിതച്ച് ചിന്തകളെ ഡൈവേർട്ട് ചെയ്ത് ദൈവസ്നേഹത്തിൽ നിന്ന്, ദൈവത്തെ അറിയാനുള്ള ആഗ്രഹത്തിൽ നിന്ന് ജനത്തെ പിന്തിരിപ്പിക്കുന്ന ദുഷ്ടശക്തികൾ. ഇതെല്ലാം മണ്ടത്തരമാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന കൂട്ടുകാർ. ഇവിടെ ഗവർണറായ സെർഗ്യോസ് പൗലോസിന് വിശ്വസിക്കുന്നതിന് തടസ്സമായി നിന്നത് ബർയേശുവിന്റെ വാക്കുകളാണ്.
നമ്മെ തെറ്റായ ദിശയിലേക്ക് നയിക്കുന്ന സകല ശബ്ദങ്ങളും കാഴ്ചകളും മാറ്റി യഥാർത്ഥമായി ദൈവസ്നേഹം മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കേണ്ടതിനായി നാം പ്രാർത്ഥിക്കുക. മൂന്നാമത്തെ വ്യക്തി അപ്പോസ്തലനായ പൗലോസാണ്. ഇന്ന് വരെ യേശുവിന്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്ത സെർഗ്യോസ് പൗലോസ് ദൈവത്തിന്റെ അപ്പോസ്തലന്മാരുടെ ശബ്ദം കേട്ടു. എന്നാൽ തങ്ങൾ പ്രസംഗിച്ചതൊന്നും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ യേശുന്നില്ല എന്ന് ആത്മാവിൽ തിരിച്ചറിയാൻ പൗലോസിന് കഴിഞ്ഞു. നിരാശയോടെ തിരികെ പോവുകയല്ല, അവിടുത്തെ തടസ്സം മനസ്സിലാക്കി അതിനെ വെട്ടാൻ, അതിനെ കൈകാര്യം ചെയ്യാനുള്ള ജ്ഞാനം അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്നു. പൗലോസിന് മനസ്സിലായി യേശുവിന്റെ സാന്നിധ്യമാണ് പരിശുദ്ധാത്മ പ്രവർത്തിക്ക് തടസ്സമായി നിൽക്കുന്നത് എന്ന്. അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ പ്രതികരിച്ചു. ഇത് നാം പഠിക്കേണ്ടതാണ്. പൗലോസ് പരിശുദ്ധാത്മ പൂർണ്ണനായി യേശുവിനെ ഉറ്റുനോക്കി. ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവ്വനീതിയുടെയും ശത്രുവേ, കർത്താവിന്റെ വഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലയോ? അതെ, പിശാചിന്റെ കെണികളെ, തന്ത്രങ്ങളെ മനസ്സിലാക്കി അതിനെ ശാസിക്കുവാൻ നമുക്ക് കഴിയണം. അധികാരത്തോടെ ശാസിക്കുമ്പോൾ ദുഷ്ടൻ ഓടിപ്പോകും. എന്നാൽ ഇവിടെ തക്കതായൊരു ശിക്ഷയും പൗലോസ് കൽപ്പിക്കുകയാണ്. യേശു എന്ന എലിമാസ് കുരുടനായി തീർന്നു. രണ്ട് അധികാരങ്ങൾ തമ്മിൽ കൂട്ടുമുട്ടുകയാണ് ഇവിടെ ചെയ്തത്. ക്രൂശിൽ ശത്രുവിന്റെ സകല ആയുധവർഗത്തെയും അടിയറവ് വെപ്പിച്ച യേശുവിന്റെ പരിശുദ്ധാത്മാവിനാൽ ശത്രുവിനെ തകർക്കുവാൻ ദൈവപുരുഷന് കഴിഞ്ഞു. എലിമാസ് കുരുടനായി തീർന്നത് കണ്ട് ഈ മനുഷ്യന്മാർ പറഞ്ഞ ദൈവവചനം വിശ്വസിപ്പാൻ സെർഗ്യോസ് പൗലോസിനും കഴിഞ്ഞു. ഉപദേശത്തിൽ വിസ്മയിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു എന്ന് വചനം പറയുന്നു. ഇന്നും സുവിശേഷ വേലയ്ക്ക് തടസ്സമായി നിൽക്കുന്ന, വിശ്വസിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന അന്ധകാര ശക്തികളെ തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആ തടസ്സങ്ങളെ വെട്ടി പ്രാർത്ഥിക്കുവാനുള്ള അധികാരം ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ധ്യാന ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.